നമസ്കാരം, ഞാൻ രാകേഷ് എം ജി. നമ്മൾ പൊതുവേ വാഹനം ഓടിക്കുന്ന സമയത്ത് പ്രത്യേകിച്ച് രാത്രി വാഹനം ഓടിക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ നമ്മൾ ആശ്രയിക്കുന്ന ഒരു കാര്യമാണ് നമ്മുടെ വാഹനത്തിൻ്റെ ഹെഡ്ലൈറ്റ്. അത് ശരിക്കും പറഞ്ഞാൽ നല്ല വെട്ടമാണെന്നുണ്ടെങ്കിൽ നമുക്ക് വഴി മുഴുവൻ കാണാൻ പറ്റും. പക്ഷേ ഒരുപാടെന്ന് പറയുമ്പോഴത്തേക്കും ഹൈ ബീമോ കാര്യങ്ങളൊന്നും അല്ല ഞാൻ ഉദ്ദേശിച്ചത്. നോർമൽ ലോ ബീമിൽ തന്നെ നല്ല വെട്ടമാണെന്നുണ്ടെങ്കിൽ നമുക്ക് റോഡ് നല്ല വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. വാഹനം ഓടിക്കാൻ ഏറ്റവും കംഫർട്ടബിൾ, നല്ല രീതിക്ക് വിസിബിലിറ്റി കിട്ടുക എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഹെഡ്ലൈറ്റ് നമ്മൾ റീപ്ലേസ് ചെയ്യുന്ന സമയത്ത് എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം? കാരണം പലരും പറയുന്ന പോലെ നമുക്ക് മഞ്ഞുള്ള സമയത്തോ അല്ലെങ്കിൽ മഴയുള്ള സമയത്തോ ഒന്നും വെള്ളവെട്ടം ഓക്കെ അല്ല എന്നൊക്കെ പലരും പറയുന്നുണ്ട്. ശരിയാണോ എന്നൊക്കെ ഉള്ളൊരു സംശയം എൻ്റെ ഒരു സബ്സ്ക്രൈബർ ചോദിച്ചിരിക്കുന്നത് സിജോ ഇടുക്കിയാണ് ചോദിച്ചിരിക്കുന്നത്. ചോദ്യം ഇങ്ങനെയാണ്: LED ഇപ്പോൾ എല്ലാവരും ഉപയോഗിക്കുന്ന ഒന്നാണ്, പക്ഷേ നല്ല മഞ്ഞുള്ളപ്പോഴും പിന്നെ മഴയുള്ളപ്പോഴും ഇത് കൊണ്ട് യാതൊരു ഗുണവും ഇല്ല. HID ഉപയോഗിക്കുന്ന വേറെ ഡ്രൈവർ കിറ്റ് വേണം, വിലയും കൂടുതലാണ്. അത് കംപ്ലൈൻറ്റ് വന്നാൽ ഒരു ബൾബായി മാറാനും പറ്റില്ല. അത് തെറ്റായൊരു ധാരണയാണ്. ഒരു ബൾബ് മാത്രമായിട്ട് പോയിട്ടുണ്ടെങ്കിൽ ഒരു ബൾബായിട്ട് മാത്രം മേടിക്കാൻ കിട്ടത്തില്ലെന്നല്ല. ഏറ്റവും നല്ല ഹാലജൻ തന്നെയാണ്. നല്ല ഒരു കമ്പനിയുടെ ഹെഡ്ലൈറ്റ് റിലേ കിറ്റ് ഇട്ട് ഒരു 190 വാട്ട്സ് ബൾബ് ഉപയോഗിച്ചാൽ മഞ്ഞത്തും റോഡ് കറുത്ത് കിടക്കുന്ന സാഹചര്യങ്ങളിലും വെട്ടം കിട്ടും. 100-130 വാട്ട്സ് ബൾബ് വരുന്നുണ്ട്, പക്ഷേ അതിന് ലൈഫ് അല്പം കുറവാണ്. ഇതിൻ്റെ കൂടെ നല്ലൊരു H8 ടൈപ്പ് അല്ലെങ്കിൽ H3 ബൾബ് ഫോഗ് ലാമ്പ് കൂടി ഉണ്ടെങ്കിൽ പിന്നെ കുഴപ്പം ഒന്നും ഉണ്ടാകില്ല. അത് ഈ H3 H8 ഒക്കെ അത് ഓരോ വാഹനത്തിൻ്റെ രീതി, അതങ്ങനെ ആയിക്കോട്ടെ. പിന്നെ ഈ പറയുന്ന പോലെ ഹാലജൻ ബൾബ്, ഞാനൊക്കെ ഈ ഹാലജൻ ബൾബിനെ കുറിച്ച് ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുള്ള. ഹാലജൻ ബൾബ് ഓക്കെ ആണോ എന്ന് ചോദിച്ചാൽ ഓക്കെയാണ്, പക്ഷേ അതിൻ്റെ വെട്ടം അത്ര കംഫർട്ടബിൾ അല്ല. അതിൽ ഈ വാട്ട്സ് പറയുന്നല്ലാതെ നമുക്ക് ലൂമൻ, അതായത് വെട്ടം എന്തേരെ കിട്ടുന്നു എന്നുള്ളതും കൂടെ നമ്മളത് മനസ്സിലാക്കണം. അതായത് ഹാലജൻ ബൾബ് കൊടുക്കുന്നൊരു വെട്ടമല്ല നമുക്കൊരു LED നിന്ന് കിട്ടുന്നത്, ആ ഒരു വെട്ടമല്ല HID നിന്ന് കിട്ടുന്നത്. പക്ഷേ ഞാൻ HIDനെ ഒരുപാട് നല്ലതാണ് എന്ന് എപ്പോഴും പറയാറുണ്ട്. അത് എൻ്റെ വീഡിയോസ് കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാമായിരിക്കും. പക്ഷേ HID വരുന്നൊരു ചില പ്രശ്നങ്ങളും കൂടെ ഞാൻ പറഞ്ഞുതരാം. അതിനെ അറിയാത്ത ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ. HIDയുടെ ഒരു കുഴപ്പമെന്ന് പറഞ്ഞാൽ അത് ഹീറ്റായി വരാനുള്ളൊരു സമയം, അതായത് ഏകദേശം ഒരു 9 തൊട്ട് 10 സെക്കൻഡ് വരെ അതൊന്ന് ഹീറ്റായി വരാനെടുക്കും. അതായത് നമ്മൾ ഹെഡ്ലൈറ്റ് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ വെട്ടമുണ്ട്, എന്നാൽ വെട്ടം കൂടി വരുന്നു. അതായത് വളരെ ഒരു മങ്ങിയ വെട്ടമായിരിക്കും, ആ വെട്ടം ഒന്ന് കൂടി വരാനുള്ള സമയം എടുക്കുന്നുണ്ട്. അതൊരു ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ ഹൈ ബീം അടിക്കേണ്ടി വന്നു കഴിഞ്ഞാൽ ഹെഡ്ലൈറ്റ് ഓഫ് ആണെന്നുണ്ടെങ്കിൽ ഹൈ ബീം ഇട്ട് കഴിഞ്ഞാലും വെട്ടം അതിൽ നിന്ന് വരുന്നൊരു ഇൻറ്റൻസിറ്റി കുറവായിരിക്കും. അതേ സ്ഥാനത്ത് ഏറ്റവും നല്ലതെന്ന് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്ന, അല്ലെങ്കിൽ ഞാൻ സജസ്റ്റ് ചെയ്യുന്നൊരു കാര്യം LED ലൈറ്റുകൾ തന്നെയാണ്. കാരണം LEDയുടെ ഏറ്റവും വലിയൊരു ഗുണമെന്ന് പറഞ്ഞാൽ നമുക്ക് വേറെ ഈ പറഞ്ഞ പോലെ വയറിംഗ് കിറ്റോ കാര്യങ്ങളൊന്നും വേണ്ടി വരുന്നില്ല. ഒരുപാട് വാട്ട്സ് കൂടിയത് വെക്കണമെന്ന് ഞാൻ പറയത്തില്ല. കമ്പാരിറ്റീവ്ലി, അതായത് നമ്മളൊരു നോർമൽ വാഹനത്തിന് ഒരു 60-65 വാട്ട്സിൻ്റെ ബൾബ് യൂസ് ചെയ്യുന്ന സ്ഥാനത്ത് ഏകദേശം ഒരു LED എടുക്കുകയാണെങ്കിൽ ഒരു 25 വാട്ട്സ് ഉണ്ടെങ്കിൽ നമുക്ക് ഇപ്പോൾ കിട്ടുന്ന പ്രകാശം, അതായത് ഹാലജൻ ബൾബ് കൊണ്ട് കിട്ടുന്ന ഒരു പ്രകാശത്തിൻ്റെ ഒരു 2 ഇരട്ടി പ്രകാശം വെറും 25 വാട്ട്സ് ഉള്ളൊരു LED ബൾബിന് നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ അത്രയും കൂടെ പ്രകാശം നമുക്ക് കിട്ടുമ്പോൾ നമുക്ക് കുറേ കൂടെ കംഫർട്ടബിൾ ആയിരിക്കും. കാരണം ഈ പറയുന്ന കാര്യങ്ങളൊക്കെ കുറച്ചുകൂടെ എളുപ്പമായിട്ട് നമുക്ക് ചെയ്യാൻ സാധിക്കും. അതായത് കാഴ്ചയും കാര്യങ്ങളൊക്കെ, വിസിബിലിറ്റി നമുക്ക് ഒരുപാട് വൃത്തിയായിട്ട് കാണാൻ സാധിക്കും. പക്ഷേ HIDക്ക് എന്താണ് പോരായ്മ എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞുള്ള റിലേ കിറ്റും വയറിംഗ് കിറ്റും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യേണ്ടി വരും. LED ആണെങ്കിൽ അതിൻ്റെ ആവശ്യം വരുന്നില്ല. വളരെ ഈസി ആയിട്ട് നമുക്ക് പ്ലഗ് ആൻഡ് പ്ലേ പോലെ തന്നെ കിട്ടുന്നതായിരിക്കും. പിന്നെ ഹാലജൻ യൂസ് ചെയ്യണമെന്ന് ആഗ്രഹമുള്ള വ്യക്തികൾക്ക് യൂസ് ചെയ്യാൻ ഞാൻ ഒരു കാരണവശാലും യൂസ് ചെയ്യരുതെന്ന് പറഞ്ഞിട്ടില്ല. കാരണം റോഡിൽ നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത് ഞാൻ ഈ പറയുന്ന പോലെ ഹാലജൻ യൂസ് ചെയ്തിട്ടുള്ളതാണ്, LED യൂസ് ചെയ്തിട്ടുള്ളതാണ്, HID യൂസ് ചെയ്തിട്ടുള്ളതായിരുന്നു, പ്രൊജക്ടർ ടൈപ്പ് യൂസ് ചെയ്തിട്ടുള്ള പല മോഡൽസും യൂസ് ചെയ്തിട്ട് ഞാൻ ഏറ്റവും കൂടുതൽ സജസ്റ്റ് ചെയ്യുന്നത് LED തന്നെയാണ്. LED പ്രൊജക്ടേഴ്സ് അവൈലബിൾ ആണ്, അത് യൂസ് ചെയ്താലും കുഴപ്പമില്ല. നോർമൽ LED ബൾബ് യൂസ് ചെയ്താലും കുഴപ്പമില്ല. പക്ഷേ ഹാലജനിലോട്ട് പോകാൻ ഞാൻ ഒരിക്കലും പറയത്തില്ല. പിന്നെ ഈ പറഞ്ഞ പോലെ 100-90 ബൾബ് ഇടുക എന്നുള്ളത്, ശരിക്കും പറഞ്ഞാൽ അങ്ങനെ ഒരു ബൾബ് ഇടണമെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ പോലെ അഡീഷണലായിട്ട് റിലേ ആഡ് ചെയ്യണം. ആ റിലേ ആഡ് ചെയ്യുന്ന സമയത്ത് കൂടുതൽ കറണ്ട്, അല്ലെങ്കിൽ നമ്മുടെ ബാറ്ററിയിൽ നിന്നുള്ള ഡയറക്റ്റ് കറണ്ട് ആയിരിക്കും കൺസ്യൂം ചെയ്യുന്നത് ഈ ബൾബ് വർക്ക് ചെയ്യാൻ വേണ്ടി. അങ്ങനെ കൺസ്യൂം ചെയ്യുന്ന സമയത്ത് നമ്മുടെ വാഹനത്തിൻ്റെ ഓൾട്ടർനേറ്ററിന് കൂടെ ലോഡ് വരികയാണ് ചെയ്യുന്നത്, വാഹനത്തിൻ്റെ മൈലേജ് കുറയാണ് ചെയ്യുന്നത്. ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ വരുന്നുണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ ഇത്രയും വാട്ട്സിൻ്റെ ഒരു ബൾബ് നമ്മുടെ ഈ ഹെഡ്ലൈറ്റ്, അതായത് നമ്മൾ ഈ കാണുന്ന ഈ ഒരു ഹെഡ്ലൈറ്റിലോട്ട് കൊടുക്കുന്ന സമയത്ത് അവിടെ ഹീറ്റ് കൂടുകയാണ്. അങ്ങനെ ഓവറായിട്ട് ഹീറ്റ് വന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നിങ്ങളുടെ വാഹനത്തിൻ്റെ ഹെഡ്ലൈറ്റ് ഡൂം, അതായത് റിഫ്ലക്റ്റേഴ്സ് മങ്ങിപ്പോവും. അതെത്ര പേര് ചിന്തിക്കുന്നുണ്ട്? കാരണം ആദ്യം ഇടുമ്പോഴൊക്കെ ഭയങ്കര ഗുമ്മായിരിക്കും, കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഈ റിഫ്ലക്ടർ മങ്ങി തുടങ്ങുമ്പോഴത്തേക്കും ഈ ഗുമ്മെല്ലാം അങ്ങ് പോകും, ഭയങ്കര മടുപ്പായി. ഇപ്പോൾ നമുക്ക് ഈ കിട്ടുന്ന വെട്ടത്തിൻ്റെ ഒരു പകുതി പോലും പിന്നെ കിട്ടുന്നതായിരിക്കത്തില്ല.